ഹലോ. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓണത്തിൻ്റെ തലേ ദിവസം, അതായത് ഇപ്പോൾ ഓണം കഴിഞ്ഞിട്ട് 2 ദിവസമായി. ഓണത്തിൻ്റെ തലേ ദിവസം എൻ്റെ ഫ്രണ്ടും ഹസ്ബൻഡും കുഞ്ഞും കൂടെ വീട്ടിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓണത്തിൻ്റെ കറികൾക്കുള്ള പരിപാടിയിലൊക്കെ ആയിരുന്ന സമയത്ത് അവളെ നിങ്ങൾ ചോദിച്ചു എന്താ പരിപാടി, ഫ്രീ ആണോ എന്നൊക്കെ. അങ്ങനെ അവർ നോർത്താംപ്ടൺ പാസ് ചെയ്തപ്പോൾ അങ്ങനെ വന്നതാണ് കേട്ടോ. എന്നെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ വന്നിരുന്നു. ഞാൻ UK വരുമ്പോൾ വന്നതാ ഈ കാണുന്ന ആൾ പൊടിക്കുഞ്ഞായിരുന്നു, ഇപ്പോൾ വലുതായി വളർന്ന് സുന്ദരി മോളായി, മാഷാ അല്ലാ. അങ്ങനെ കുറേ നേരമൊന്നും അവരിരുന്നില്ല. ഞങ്ങൾ ഒരുമിച്ച് നാട്ടിൽ വർക്ക് ചെയ്തിരുന്ന ആൾക്കാരാണ്. അങ്ങനെ അവർ ബൈ ബൈ പറഞ്ഞു പോയി. ഗുഡ് മോർണിംഗ്. രാവിലെ നേരത്തെ എഴുന്നേറ്റു എന്നൊന്നും ഞാൻ പറയുന്നില്ല, കാരണം നേരത്തെ എഴുന്നേറ്റിട്ടില്ല. തലേ ദിവസം തന്നെ ഞാൻ ഓണത്തിന് വേണ്ട കുറച്ച് കറികളും കാര്യങ്ങളൊക്കെ ആക്കി വെച്ചതുകൊണ്ട് ഇന്ന് അത്ര പണിയൊന്നുമില്ല. അപ്പം നമുക്ക് നേരെ കിച്ചണിലേക്ക് പോകാം. ഹലോ, ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഓണപ്പരിപാടിയൊക്കെ സെറ്റാക്കി ഇങ്ങനെ റെഡി ആക്കിക്കൊണ്ടിരിക്കുക. കുറച്ചൊരു ഭക്ഷണം കഴിച്ചിട്ട് പോയി. ഷിഫ്റ്റ് ഉള്ളതുകൊണ്ടല്ലേ ഞങ്ങൾ അവർ നല്ലപോലെ മിസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ. അതെ, ഷിഫ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ നിവർത്തിയില്ല. കാര്യം മലയാളീസൊക്കെ കൂടുതലുള്ളതുകൊണ്ട് അവരൊക്കെ ലീവ് എടുത്തുകൊണ്ട് അവർക്ക് ഷിഫ്റ്റിന് പോകണം. അപ്പോൾ എന്തായാലും ഞങ്ങൾ കുറച്ച് പേര് ആൾക്കാർ കൂടിയിട്ട് തട്ടിക്കൂട്ട് സദ്യയൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി. അതെ അതെ, ഓണം അങ്ങനെ ആഘോഷിക്കാന്ന് വിചാരിച്ചു. അപ്പൊ എന്തായാലും വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് ബിഞ്ചി അൻസ ഓണം സ്പെഷ്യൽ. അവസാനം പൊരിക്കേണ്ട പപ്പടത്തിന്റെ വീഡിയോ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. ഇതിന് മുൻപെടുത്ത വീഡിയോസ് ഒന്നും എൻ്റെ ഫോണിലില്ല. ഞാനത് അറിയാതെ അങ്ങ് ഡിലീറ്റ് ചെയ്തു. മെമ്മറി ഫുൾ എന്ന് കാണിച്ചപ്പം ഞാൻ എന്താ പറയുക, റീസെൻ്റ്ലി ഡിലീറ്റഡ് കൂടെ ഞാൻ ഫുള്ളായിട്ട് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അതുകൊണ്ട് ഗൈസ് കുറച്ച് വീഡിയോസേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ പപ്പടം പൊരിച്ചങ്ങ് തുടങ്ങി. ഞങ്ങൾ കുറച്ച് ആളുകളേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ മൊത്തം ഒരു 10 ആളുകൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഏകദേശം എല്ലാ കറികളും സെറ്റാക്കി. ഞങ്ങൾ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ എല്ലാം സെറ്റാക്കി എടുത്തു. അങ്ങനെ എല്ലാവരും വന്ന് ഞങ്ങൾ എല്ലാം അടിപൊളിയായിട്ട് വിളമ്പി ഇങ്ങനെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി വെച്ചു. ശരിക്കും എൻ്റെ ഫ്രണ്ട്സിന് ഷിഫ്റ്റ് ഉള്ളതുകൊണ്ട്, വീണയ്ക്ക് ഷിഫ്റ്റ് ഉണ്ട്, സഞ്ജുവിന് ഷിഫ്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വീണ ഫുഡ് കഴിക്കാനേ നിന്നില്ല, ജസ്റ്റ് വന്നു പോയി. സഞ്ജുവിന് 3 മണിക്ക് ഷിഫ്റ്റ് ആയതുകൊണ്ട് അവൻ വേഗം വന്ന് ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ പോയി. ഞങ്ങളെല്ലാം വിളമ്പി എല്ലാം സൈഡിൽ വെച്ചിട്ടുണ്ട്. നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. രാവിലെ നല്ല, ശരിക്കും ഇന്നലെ മുതൽ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയിട്ടില്ല. കാരണം നാളെ സദ്യയാണല്ലോ, അപ്പോൾ അതിന് കുറച്ച് കറികൾ കൂടുതൽ വേണമല്ലോ. അപ്പോൾ ഓരോന്നോരോന്ന് ഉണ്ടാക്കിയോണ്ട് ഇന്നലെ മര്യാദയ്ക്ക് ഫുഡില്ല, ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. അപ്പം ഇന്ന് ഉച്ചയ്ക്ക് വിശദമായി നല്ല വയറ് നിറച്ച് സദ്യ അടിപൊളി കറികൾ കൂട്ടിയിട്ടുണ്ടാലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഫൈനലി നമ്മൾ ഇലയിട്ട് സദ്യ വിളമ്പി തുടങ്ങിയിട്ടോ. കായ വറുത്തത്, ശർക്കര ഉപ്പേരി, തോരൻ, പച്ചടി, അവിയൽ, എരിശ്ശേരി, പിന്നെന്താ കൂട്ടുകറി, കാളൻ, സാമ്പാർ, പപ്പടം, ചോറ്, പിന്നെ പായസം. നമുക്ക് ഇത്ര ഐറ്റംസാണ് കേട്ടോ നമ്മുടെ സദ്യക്ക് ഉണ്ടായിരുന്നത്. ഞങ്ങൾ 3 പേരാണെങ്കിലും എല്ലാം എന്താ പറയുക, നല്ല രീതിക്ക് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റി. ഞാനീ പറഞ്ഞ പോലെ പച്ചക്കറികൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ട്രൈ ചെയ്യുന്നതുകൊണ്ട് എനിക്കതൊരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അപ്പം അതെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് അവർ കഴിച്ചു തുടങ്ങി. സഞ്ജുവിന് ഷിഫ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ സഞ്ജുവിന് വേഗം ഫുഡ് കഴിച്ച് പോകണം. ഞങ്ങൾ സംസാരിച്ചിരുന്ന സഞ്ജുവിന് ടൈമായത് ഞങ്ങൾ നോക്കിയില്ല. അവനങ്ങനെ ആസ്വദിച്ച് കഴിക്കാനൊന്നും പറ്റിയില്ല. പിന്നെ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് എന്തായാലും വീണയും വരും, അപ്പോൾ നമുക്ക് ഒന്നും കൂടെ കഴിക്കാം എന്നുള്ളൊരു സമാധാനത്തിലാണ് അവൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ഇയർ ഓണം ശരിക്കും വേറൊരു വൈബായിരുന്നു കേട്ടോ. ഞങ്ങൾ ഓണത്തിൻ്റെ അന്നല്ലായിരുന്നു ആഘോഷിച്ച്, 2 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു. പക്ഷെ അത് വേറൊരു വൈബായിരുന്നു. എങ്ങനെയുണ്ട് ഐഷ? വീണേനെ വല്ലാണ്ട് മിസ് ചെയ്തു കേട്ടോ ഉച്ചയ്ക്ക്. ശരിക്കും അവൾ ജസ്റ്റ് ഒന്ന് വന്ന് ജസ്റ്റ് കയറി ഓണം വിഷ് ചെയ്തിട്ട് അവൾ പോയി. കാരണം അവളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, അവൾ ജോലിക്ക് കയറിയിട്ട്. അപ്പം 3 months ആയിട്ടില്ല. അപ്പോൾ അതിനു മുമ്പ് ഒരു ലീവ് എടുക്കുക എന്നുള്ളതൊന്നും പോസിബിൾ അല്ലാത്തതുകൊണ്ട് അവൾക്ക് വരാൻ പറ്റിയില്ല. അങ്ങനെ അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. ഇവിടെ പിന്നെ ജോലി മുഖ്യം വെക്കില്ലേ, ഓണസദ്യ വൈകുന്നേരം ആണെങ്കിലും കഴിക്കാം. ജോലിക്ക് പോയില്ലെങ്കിൽ അത് ശരിയാവില്ലല്ലോ. പക്ഷെ രസമുണ്ട് കേട്ടോ, എല്ലാം കൂടി വളമ്പിയിട്ട് നല്ല ഭംഗിയുണ്ട്. ആണോ? നല്ല രസമുണ്ടോ? കാണാനല്ലോ. കഴിച്ച് തുടങ്ങിയവരുടെ അടുത്ത് നല്ല അഭിപ്രായമാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ ഒരു സമാധാനമായി, അതൊരു സന്തോഷമല്ലേ. നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് അതിൻ്റെ ഒരു നല്ല അഭിപ്രായം കേൾക്കുമ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മളുണ്ടാക്കി കൊടുത്തതിന് കൊള്ളാം, നന്നായിരുന്നു
ഇതെങ്ങനെ ഉണ്ടാക്കിയെന്നൊക്കെ ചോദിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അത് കേട്ടോ. സഞ്ജുവിന് ശരിക്കും പോകാൻ ലേറ്റായിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് സദ്യ വിളമ്പിയത്. നമ്മൾ വർത്താനം പറഞ്ഞ് അങ്ങനെ അങ്ങ് ഇരുന്നു പോയി. ചേട്ടാ ചായ പിടിക്കുന്നത് സഞ്ജു കൊള്ളാം. ഹൗ വാസ് സദ്യ? നന്നായിരുന്നു, ഉണ്ടാക്കിയ എല്ലാം അടിപൊളി, നാട്ടിലൊരു ഫീൽ കിട്ടി. ആണോ? ഹൈലൈറ്റ് അത് ഈസ്റ്റ് ഉണ്ടായോണ്ട ഈസ്റ്റ് പ്രമോഷൻ ആണ്. ഇതിന്റെ കുറവുണ്ട്. അത് സോറി ഇവിടെ ഇല്ല. അടക്കണ്ടടാ. അപ്പൊ ഓക്കെ, ബൈ ബൈ. ബൈ ബൈ. ഓക്കെ. എന്റെ കാര്യം സൂപ്പറായിട്ട് ഞാൻ തമാശ അതാണ് ഉദ്ദേശിച്ചത്. അല്ലെ പീസ് നമുക്ക് കൊണ്ടേ പ്രൈസ് മാത്രമേ ഉള്ളൂ. ഷൂ പോലും ഇടാതെയാണ് സഞ്ജു വീട്ടിൽ നിന്ന് പോയത്. കാരണം ഫുഡ് കഴിച്ചപ്പോഴേക്കും ലേറ്റായി. അവന് 3 ആകുമ്പോൾ തുടങ്ങും. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ വൈകിട്ട് വീണയായിട്ട് വരുമ്പം 11 ആകുമ്പോൾ രാത്രി 11 ആകുമ്പോൾ അവരുടെ ഇത് കഴിയും. അപ്പോൾ നമുക്ക് കാണാം. ഹലോ, ഹാപ്പി ഓണം. ഹാപ്പി ഓണം. കുറച്ച് സൗണ്ട് പറഞ്ഞു വല്ല പൈസ വിശന്നിട്ടാ കുറച്ച്. അപ്പൊ ഓണായിട്ട് ഞങ്ങൾ എല്ലാരും ഇതാ സദ്യയൊക്കെ ആക്കി ഇങ്ങനെ കുറച്ച് പേര് സദ്യ കഴിച്ചിട്ട് പോയി. ഞങ്ങള് ബാക്കിയുള്ളവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ബാക്കിയുള്ളവർക്കല്ല കേട്ടോ, ഇക്കാർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പൊ ഹാപ്പി ഓണം പറയും. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് നമ്മളങ്ങനെ റൈസ് കോഴ്സിലേക്ക് ഇറങ്ങിയിട്ടോ. നല്ല അടിപൊളി വൃത്തിയായിട്ട കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ എന്താ പറയുക, ഒരു സുഖം ഉണ്ടായിരുന്നില്ല പുറത്തേക്ക് ഇറങ്ങാനൊന്നും. ഫോട്ടോസൊന്നും വലിയ ക്ലിയർ ഇല്ല അങ്ങനെ. പക്ഷെ എന്തായാലും കുട്ടികൾക്ക് വേണ്ടി നമ്മളൊന്ന് പുറത്തിറങ്ങി. അപ്പോൾ അതാ ഇവിടെ വടംവലി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിലെടുത്ത വീഡിയോസൊക്കെ പോയി ഗൈസ്. അത് ഞാൻ ഡിലീറ്റ് ആക്കി കളഞ്ഞു, ഞാൻ തന്നെ കളഞ്ഞു. കുറേ വീഡിയോസ് ഉണ്ടായിരുന്നു, പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി അത് കിട്ടൂല. സ്റ്റോറേജ് ഫുള്ള് കണ്ടു. ഞാൻ റീസെൻ്റ്ലി ഡിലീറ്റഡ് വരെ ഡിലീറ്റ് ആക്കി കളഞ്ഞു. കുറേ നേരമൊന്നും നമ്മളവിടെ നിന്നില്ല. നമ്മളവിടെ നിന്ന് ഒരു ഡാൻസ് ഷൂട്ട് ചെയ്ത് അങ്ങനെ നേരെ തിരിച്ച് വീട്ടിൽ വന്ന് പിന്നെ ഫാത്തിമയുടെ അടുത്ത് പോയി. അവിടുന്ന് ചിന്നുവിൻ്റെ കുറച്ച് പായസവും കുടിച്ച് നമ്മൾ പിന്നെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നു. ഇപ്പോൾ ഒരു 11 മണിയായപ്പം വീണനെയും സഞ്ജുവിനെയും പിക്ക് ചെയ്യാൻ വേണ്ടി പോയി. അവരെ പിക്ക് ചെയ്ത് വീട്ടിൽ വന്ന് നമ്മൾ നെക്സ്റ്റ് രാത്രിത്തേക്ക് അവരുടെ കൂടെ ഇരുന്ന് സദ്യ കഴിക്കുകയാണ്. ഉച്ചയ്ക്ക് വീണയില്ലാത്ത സങ്കടം ഞങ്ങൾ ഇപ്പം തീർക്കുകയാണ്. കാര്യം ഓണമായിട്ട് അവളെ വല്ലാണ്ട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക്. അപ്പോൾ അവൾ വന്നപ്പോൾ അവളുടെ കൂടെ ഇരുന്ന് വിശാലമായിട്ട് ഒന്നും കൂടെ സദ്യ കഴിക്കാം എന്ന് വെച്ചിരുന്നു. മോൾ അപ്പോഴേക്കും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾ നാളെ ക്ലാസ് ഉണ്ട്, അപ്പോൾ അങ്ങനെ കിടന്നുറങ്ങി. എനിക്ക് നാളെ ഷിഫ്റ്റും ഉണ്ട്, അത് വേറൊരു കഥ. അങ്ങനെ അടിപൊളിയായിട്ട് ഓണസദ്യയൊക്കെ കഴിച്ച് ഇതാ എല്ലാം മടക്കി. അപ്പോൾ ഓണം അടിപൊളിയായിരുന്നു. നെക്സ്റ്റ് വീഡിയോ ആയി കാണാം. ബൈ.